ട്രാവൽ ഈസ് വീഡിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തെ വർക്കല ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വർക്കലയിലെ പാപനാശം ബീച്ചും വർക്കല ക്ലിഫും ഏവർക്കും സുപരിചിതമാണെങ്കിലും 2024 വർക്കല സഞ്ചാരികളെ വരവേൽക്കുന്നത് ഒട്ടേറെ പുതുമകളുമായിട്ടാണ്. അഡ്വഞ്ചർ സ്പോർട്സ് ഇനത്തിൽപ്പെട്ട പാരാസെയിലിംഗ് പണ്ടുമുതലേ ഇവിടെ ഉണ്ടെങ്കിലും അത്ര അഡ്വഞ്ചറിസ്റ്റിക് അല്ലാത്ത ആൾക്കാർക്കും ആസ്വദിക്കാൻ പറ്റുന്നതാണ് ഇവിടുത്തെ പുതിയ ആക്ടിവിറ്റികൾ. വർക്കല ക്ലിഫിൽ നിന്നുള്ള കാഴ്ചയാണിത്. താഴേക്കിറങ്ങി ബീച്ചിലെത്തുവാൻ ഇവിടെ നിന്നും വലതുവശത്തേക്ക് പോവുകയാണെങ്കിൽ കുത്തനെയുള്ള പടികൾ ഇറങ്ങി വേണം ബീച്ചിലെത്താൻ. എന്നാൽ ഇടതുവശത്തുകൂടി സ്ലോപ്പായ വഴിയിലൂടെ അനായാസം ബീച്ചിൽ എത്തിച്ചേരുവാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ബനാന ബോട്ട് റൈഡിന്റെ രസകരമായ വീഡിയോകൾ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും. ഏകദേശം ബനാന ഷേപ്പിലുള്ള ബോട്ടിൽ ആളുകളെ ഇരുത്തി മറ്റൊരു ബോട്ടിന്റെ സഹായത്തോടെ വലിച്ചുകൊണ്ടു പോകുന്നതാണ് ഈ റൈഡ്. എന്തുകൊണ്ടോ നമ്മളൊക്കെ അത്ര അഡ്വഞ്ചറിസ്റ്റിക് അല്ലാത്തത് കൊണ്ടാവണം ബനാന ബോട്ട് കരയിൽ തന്നെ ഇരിക്കുന്നത്. ബീച്ചിലെത്തുന്നവർക്കെല്ലാം തന്നെ ചെയ്യുവാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ കടലിലേക്ക് നടക്കുക എന്നുള്ളത്. പറയുന്ന പോലെ അത്ര എളുപ്പമല്ലെങ്കിലും തിരകൾ അനുസരിച്ച് പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന ബ്രിഡ്ജിൽ ബാലൻസ് ചെയ്ത് നിൽക്കുക എന്നത് തന്നെയാണ് ഇതിലെ സാഹസികത. മീറ്റർ വീതിയും 3 മീറ്റർ നീളവുമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനുള്ളത്. അവസാന ഭാഗത്തെ വീതിയേറിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് കാഴ്ചകൾ കാണുവാൻ സാധിക്കും. 120 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 20 മിനിറ്റ് നമുക്ക് പാലത്തിൽ ചിലവഴിക്കാം. വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി സുരക്ഷാ ബോട്ടുകൾ, ലൈഫ് ജാക്കറ്റുകൾ, ലൈഫ് ഗാർഡുകൾ എന്നിവയെല്ലാം ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. ഇവ കൂടാതെ ജെറ്റ് സ്കി, ATV റൈഡ്, സ്പീഡ് ബോട്ട് എന്നിവയും സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഡ്രൈവിംഗ് ബീച്ചുകൾ വളരെ കുറവായ ഇവിടെ ബീച്ചിലൂടെ ഒരു വാഹനം ഓടിക്കുക എന്നത് എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹമായിരിക്കും. 4 വീലുള്ള ഈ ഓൾ ടെറൈൻ വെഹിക്കിൾ ബീച്ചിലൂടെ ഓടിക്കാനുള്ള അവസരവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ട്രാവൽ.